ലാലെ ഞാൻ ദീർഘമായൊന്നും ഇപ്പോൾ ചോദിക്കുന്നില്ല. കാരണം നേരത്തെ റോണി സംസാരിച്ചതാകെ കേട്ടിരിക്കുന്നു. അവിടെ ഞാൻ ഉന്നയിച്ചൊരു പ്രശ്നം എന്താണ്, പൊതുസമൂഹത്തിൽ നമ്മുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ ഉയരുന്നൊരു വലിയ ചോദ്യവും ചർച്ചയും അതുമായി ബന്ധപ്പെട്ട നിരവധി എഴുത്തുകളുമൊക്കെ വരുന്നുണ്ട്. അതേക്കുറിച്ച് ജയിക്കും ഇപ്പോൾ സംസാരിച്ചു. ഞാൻ ഇത്ര മാത്രമാണ് ലാലിനോട് ചോദിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ആളുകൾ ചിന്തിക്കുകയോ ചോദിക്കുകയോ ചെയ്യില്ലേ, ഈ പോരാട്ടത്തിൽ പോരാടിയതാരാണ്, പതുങ്ങിയതാരാണ്? ആ ചോദ്യം വളരെ സ്വാഭാവികമല്ലേ? വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. നോക്കൂ, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മൗനം പാലിച്ചു? കോൺഗ്രസിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ പ്രതിനിധികൾ പാർലമെൻറ്റിൽ സംസാരിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. നോക്കൂ, കോൺഗ്രസിൻ്റെ തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുന്നത് 10 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അതിന് ഈ ഇന്ത്യ മുന്നണി മൊത്തത്തിൽ ഒരുമിച്ച് നിന്ന് കോൺഗ്രസിന് വേണ്ടി ഇപ്പം കേരളത്തിലെ കാര്യം വിടൂ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നിച്ച് കോൺഗ്രസിൻ്റെ ആൾക്കാരെ ജയിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു ചൂടുപറ്റി യഥാർത്ഥത്തിൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയ ആളാണ്. അല്ലാതെ കോൺഗ്രസിൻ്റെ സ്വയമേ ഉള്ള ശക്തി കൊണ്ട് 100 സീറ്റ് പിടിച്ച് യഥാർത്ഥത്തിൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയ ആളല്ല രാഹുൽ ഗാന്ധി. അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന ഇന്ത്യൻ നിരപേക്ഷതയെ ഏറ്റവും കൂടുതൽ ത്രട്ടൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയം വളരെ കൃത്യമായി കളിക്കുന്ന കളി അത് മുസ്ലിം ഏലിയനേഷൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ മുസ്ലിം ഏലിയനേഷന് അവർ ക്രിസ്ത്യൻസിൻ്റെയും കൂടെ കൂട്ടുചേർന്ന് എങ്ങനെ മുസ്ലിംസിനെ ഏലിയനേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ശ്രമം, വലിയ ഒരു പ്രോട്ടോടൈപ്പ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടിയിരുന്നത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ അല്ലേ? ലീഡർ ഓഫ് ഓപ്പോസിഷന് സംസാരിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? നോക്കൂ, മറ്റൊരാൾ സംസാരിച്ചോ ആര് സംസാരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ചോയ്സ് ആണെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പദവി കിട്ടിയിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് സംസാരിക്കുന്നതിൽ എന്തായിരുന്നു ന്യൂനത, അല്ലെങ്കിൽ എന്തായിരുന്നു പ്രശ്നം? ഈ പറയുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ മാത്രം നേരിടുന്ന ഒരു പ്രശ്നത്തെ, ഇത് മുസ്ലിം ന്യൂനപക്ഷം നേരിടുന്ന ഒരു പ്രശ്നമാണ് വഖഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ആ വഖഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ശബ്ദം ഉയർന്നില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ ശബ്ദം ഉയർന്നു എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ ചോദ്യം. രാഹുൽ ഗാന്ധിയുടെ ശബ്ദം എന്തുകൊണ്ട് ഉയർന്നില്ല എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസിന് വ്യക്തമായി മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള മറുപടി ഞാൻ പറയാം. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അത് വീണ്ടും ഒന്നുകൂടെ പറയാൻ തോന്നുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്ന കേരളത്തിലെ ആൾക്കാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അവർക്ക് മുസ്ലിം ലീഗ് ഈ വോട്ടുകളുടെ ആവശ്യമുണ്ട്. അതേ സ്ഥാനത്ത് നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന പാലക്കാട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹിന്ദു വോട്ടുകൾക്കാണ്. ഈ പറയുന്ന മുസ്ലിം വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ് സത്യം. കാര്യം അതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗ് പോലും, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഷയങ്ങളിൽ വരുമ്പം ഈ നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്നപ്പോൾ കോൺഗ്രസ് ഒരു ഇരട്ടത്താപ്പ് പലപ്പോഴും എടുക്കുന്നത്. അതുപോലൊരു ഇരട്ടത്താപ്പാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നതെന്ന് ഞാൻ നിസ്സംശയം പറയും. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം കോസിന് വേണ്ടി നിന്ന ഒരു നേതാവാകാൻ പാടില്ല എന്ന് അങ്ങനെ ഒരു പ്രൊജക്ഷൻ, അങ്ങനെ ഒരു എക്സ്ട്രാപൊളേഷൻ അദ്ദേഹത്തിൻ്റെ ഇമേജിന് ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് അദ്ദേഹം മാറി നിന്നത്. ഇപ്പം പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിക്ക് ഈ പറയുന്ന പോലെ വേറെ എവിടെയോ പോകണം, ആരോ സുഖമില്ലാതെ കിടക്കുന്നു എന്നൊരു അഭിപ്രായം റോണി കെ ബേബി പറഞ്ഞു. നമുക്കതങ്ങ് അലോ ചെയ്യാം. കാര്യം ഒരാൾക്ക് സുഖമില്ലാതെ വന്നിരിക്കുന്നു, അത്യാഹിത സിറ്റുവേഷനിൽ കിടക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു എമർജൻസി സിറ്റുവേഷനിൽ കിടക്കുന്ന ഒരാളാണെങ്കിൽ അവരതിന് പോയതാണെന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് ക്ഷമിക്കാം. എന്തുകൊണ്ട് അതേ സ്ഥാനത്ത് ഈ പറയുന്ന ആ കുടുംബം മാറി നിന്നു? ഈ പറയുന്ന സോണിയാഗാന്ധി സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ. സോണിയാഗാന്ധി സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോണിയാഗാന്ധി സംഘപരിവാറിനെതിരെ സംസാരിച്ചിട്ടില്ലെന്നോ അവർ പാർലമെന്റിൽ എഴുന്നേറ്റിട്ടില്ലെന്നോ ഒരഭിപ്രായം നമുക്കില്ല. നമ്മുടെ പ്രശ്നം രാഹുൽ ഗാന്ധിയാണെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് അദ്ദേഹം ഒരു വലിയ വിഷയം വരുമ്പോൾ അദ്ദേഹം ഒളിച്ചോടുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണം ഞാൻ ഇത് വളരെ കൃത്യമായിട്ട് പറയാം. വയനാട്ടിലേക്ക് നോക്കൂ. വയനാട്ടിൽ അദ്ദേഹം ആദ്യം മത്സരിക്കാൻ വന്നു, അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി വന്നു. അപ്പോഴും നമ്മൾ ഈ മുസ്ലിം വിഷയം കണ്ടതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ പതാക പോലും ഉയർത്താൻ അവർ സമ്മതിച്ചിട്ടില്ല. ഇതേ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആൾക്കാർ അവിടെ നേരിടുന്നത്. അതുകൊണ്ട് വഖഫുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം അത് എക്സ്ക്ലൂസീവ്ലി ഒരു മുസ്ലിം വിഷയമാണെന്ന് അറിയാവുന്ന രാഹുൽ ഗാന്ധി അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു എന്നുള്ളതാണ് യഥാർത്ഥ രാഷ്ട്രീയം. ഇതിനകത്ത് എനിക്ക് ഒരു സംശയം പോലും ഇല്ല. ഇതിനകത്ത് എനിക്ക് മനസ്സിൽ കോൺഗ്രസ് സംസാരിച്ചു. കോൺഗ്രസിന് നയമുണ്ട്. വഖഫ് ബില്ലിനെതിരാണോ കോൺഗ്രസ് നിൽക്കുന്നത്? അതെ. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം.
നിങ്ങളുടെ ഏറ്റവും കോമ്പീറ്റന്റ് പേഴ്സണെ ആണല്ലോ നിങ്ങൾ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആക്കിയിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പുറകെ പോവുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് അവരുടെ എല്ലാം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. അങ്ങനെ ഇരിക്കെ ആ മനുഷ്യന് ഈ നാട്ടിലെ മുസ്ലിം മതവിഭാഗം നേരിടുന്ന ഒരു പ്രശ്നം വഖഫുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആക്ടിൻ്റെ ഇൻട്രിക്കസീസിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് കിടക്കാം, അല്ലെങ്കിൽ ഈ ബില്ലിൻ്റെ ഇൻട്രിക്കസീസിൽ കടക്കണമെങ്കിൽ നമുക്ക് ഈ കടക്കാം. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ഒരു മുസ്ലിം കോസിന് എന്തുകൊണ്ട് ഹി ഡിഡ് നോട്ട് സ്റ്റാൻഡ് അപ്പ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഹി ഡിഡ് നോട്ട് സ്റ്റാൻഡ് അപ്പ് പുള്ളി എഴുന്നേറ്റു എന്ന് മാത്രം നമ്മളോട് പറയരുത്. അത് എഴുന്നേക്കാത്തത് വളരെ ജാഗ്രതയോടുകൂടിയുള്ള എഴുന്നേക്കാതിരിക്കലാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഈ പറഞ്ഞ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മളെ CPM കുറിച്ച് പറഞ്ഞല്ലോ, ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞല്ലോ. അവർക്ക് ഈ പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ ഒരുപോലെയാണ് കാണുന്നത്. നോക്കൂ, ഇവിടെ ക്രിസ്ത്യൻ മതവിഭാഗം കേരളത്തിൽ പറഞ്ഞിരിക്കുന്നു, കുറേ ആൾക്കാരെങ്കിലും പറഞ്ഞിരിക്കുന്നുണ്ട്, വഖഫ് ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ അതിന് റിപ്രക്കഷൻസ് ഉണ്ടാവും. നമ്മളാരെങ്കിലും മൈൻഡ് ചെയ്തോ? അത് മൈൻഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ രാഷ്ട്രീയ നിലപാടെടുക്കുമ്പം ഏറ്റവും ജയിക്ക് പറഞ്ഞ പോലെ ഏറ്റവും വലിയ ശബ്ദത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയ്ക്കകത്ത് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യൻസ് എടുത്ത നിലപാട് ഒരു റിഗ്രസീവ് നിലപാടാണെന്ന് നമുക്ക് അവരെ ഓർപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് അവിടെ ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ പാളയത്തിൽ നിന്ന് ഇപ്പുറത്തോട്ട് വലിച്ചുകൊണ്ടുവരാനുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത്. അവിടെ ആരാണ് സംസാരിക്കേണ്ടത്? കേരളത്തിൽ ഇങ്ങനൊരു അവസരം കിട്ടുമ്പം, നിയമസഭയിൽ ഒരു അവസരം കിട്ടുമ്പം സംസാരിക്കേണ്ട പിണറായി വിജയനാണോ, അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു നേതാവാണോ? പിണറായി വിജയൻ തന്നെ സംസാരിക്കണം. അദ്ദേഹം എഴുന്നേക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിക്ക് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം അദ്ദേഹം പാലിച്ചിട്ടില്ല എന്നുള്ളത് കേരളീയർ അറിയേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ അടിയുറച്ച് പറയേണ്ടതായിട്ടുണ്ട്.